നമസ്കാരം. കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കേരളത്തിൽ നിന്നുള്ള 20 സീറ്റുകളിലേക്കും വോട്ട് പെട്ടിയിലായി എന്ന് പറയാം. ആരൊക്കെയാണ് എംപിമാരായി വരുന്നത് എന്ന് വരും ദിവസങ്ങളിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ അറിയാം. എന്നാൽ വിവാദം വന്നു. അനിൽ ആന്റണി മത്സരിക്കുന്ന സ്ഥലത്ത് കോൺഗ്രസിന് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ താമരയിലേക്കാണ് വീഴുന്നത് എന്ന്, അതായത് EVM ആ രീതിയിൽ പ്രോഗ്രാം ചെയ്തു വെച്ചു എന്ന്. അവിടെ സ്വാഭാവികമായും എൻ്റെ സംശയമാണ്, EVMൽ നമ്മൾ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ മറ്റൊരാളുടെ ചിഹ്നമാണ് തെളിയുന്നത് എന്ന് പറയുന്നു. സത്യത്തിൽ ആ ആരോപണം വസ്തുതയ്ക്ക് നിരക്കുന്നതാണോ, ബുദ്ധിക്ക് നിരക്കുന്നതാണോ? EVM പ്രവർത്തിക്കുന്നത് സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലൂടെയാണ്. അറിയാമല്ലോ, നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് ബട്ടൺ അമർത്തുന്നു, അതൊരു പ്രോഗ്രാമായി സേവ് ചെയ്യപ്പെടുന്നു. മറ്റൊരാൾക്ക് ബട്ടൺ അമർത്തുന്നു, അത് പ്രോഗ്രാമായി സേവ് ചെയ്യപ്പെടുന്നു. വേണമെങ്കിൽ അങ്ങനെ താമരയ്ക്കോ അതല്ലെങ്കിൽ മറ്റ് കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ ആർക്കും ആയിക്കോട്ടെ അതിൽ പ്രോഗ്രാം ചെയ്ത് വെക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുമ്പോൾ നേരെ ആന്റോ ആന്റണിക്ക് വോട്ട് ചെയ്യുന്ന സമയത്ത് ആന്റോ ആന്റണിയുടെ ബട്ടനെ നേരെ തന്നെ തെളിയണം, പക്ഷേ അതിന്റെ വോട്ട് താമരയ്ക്ക് പോകണം എന്ന് പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ പോരെ. അതായത് ലൈറ്റ് മാറി തെളിയുന്നു എന്നതാണ് പ്രശ്നം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരാൾക്ക് ചെയ്യുന്ന വോട്ട് മറ്റൊരാൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ചെയ്തു വെച്ചെന്നുണ്ടെങ്കിൽ അത് ദൃശ്യമാകുന്ന വിധത്തിൽ ചെയ്തു വെക്കണം. ആന്റോ ആന്റണിയുടെ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പേരിന് നേരെ അല്ലെങ്കിൽ അവരുടെ ചിഹ്നത്തിന് നേരെ വിരലമർത്തുമ്പോൾ, അതിൽ ബട്ടണിൽ അമർത്തുമ്പോൾ താമരയുടെ ചിഹ്നം തെളിയുന്നുണ്ടെങ്കിൽ, അവിടെയാണ് ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ അത് കാണുന്നവർക്ക് മനസ്സിലാവൂലേ? അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ പോരെ. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഇങ്ങനെ ലൈറ്റ് ദൃശ്യമാക്കിക്കൊണ്ട്, കണ്ടോ കോൺഗ്രസിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താമരയ്ക്കാണ് പോകുന്നത് എന്ന് മറ്റുള്ളവർ അറിയുന്ന വിധത്തിൽ പ്രോഗ്രാം ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് ഉത്തരം കിട്ടുന്നത്. അതായത് EVM മെഷീന് കംപ്ലൈന്റ് അല്ല, വേണമെങ്കിൽ പ്രോഗ്രാം ചെയ്ത് വെക്കാം. ഏത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താലും അവരുടെ നേരെ തന്നെ അതിന്റെ ലൈറ്റ് തെളിയുകയും ബീപ് ശബ്ദം കേൾക്കുകയും, അതേസമയം വോട്ട് വരുന്നത് ഇത്ര വോട്ട് ഇതിൽ വരുമ്പോൾ, നമ്മുടെ പെരിച്ചാഴിന്റെ സിനിമയിൽ മോഹൻലാൽ പറയുന്നത് പോലെ ഇത്ര വോട്ട് ഇതിലേക്ക് വരുമ്പോൾ ഇത്ര വോട്ട് അങ്ങോട്ട് പോകണം എന്ന് പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ പോരെ. അത് മതിയല്ലോ. എന്തിനാണ് ഇവിടെ കോൺഗ്രസിന്റെ കോളത്തിൽ കുത്തുമ്പോൾ BJPന്റെ കോളത്തിലെ ലൈറ്റ് കത്തുന്നത്? അതൊരു പക്ഷെ യാദൃശികമായിരിക്കാമെന്നാണ് എൻ്റെ തോന്നൽ. കാരണം താമരയ്ക്ക് കുത്തുമ്പോൾ ഒരു പക്ഷേ കൈപ്പത്തിയുടെ നേരെയുള്ള ലൈറ്റും തെളിഞ്ഞേക്കാം, അല്ലെങ്കിൽ അരിവാളിന്റെ നേരെയുള്ള ലൈറ്റും തെളിഞ്ഞേക്കാം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ തെളിയാം. അതെന്തെങ്കിലും സാങ്കേതിക പിഴവ് മാത്രമേ ഉള്ളൂ. ഇത് മനഃപൂർവ്വം താമരയ്ക്ക് വോട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടി ചെയ്തു വെച്ചു എന്ന് പറയുമ്പോൾ ആരെങ്കിലും മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വീഴുന്ന വോട്ട്, ആ വോട്ട് ആ ചിഹ്നത്തിലേക്ക് പോകുമ്പോൾ അവിടെ ലൈറ്റ് തെളിയിച്ച് ഇത് കുത്തുമ്പോൾ അങ്ങോട്ടാണ് പോണിട്ടോ എന്ന് പറഞ്ഞതിന് ശേഷം ആ വോട്ട് ശേഖരിക്കാൻ ആരെങ്കിലും ശ്രമിക്കൂ? അല്ലെങ്കിൽ ആ രീതിയിൽ EVM പ്രോഗ്രാം ചെയ്യുമോ? ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് അങ്ങനെ ചെയ്യണമെങ്കിൽ അത് തിരിച്ചറിയാത്ത വിധം, ഒരു കാരണവശാലും തിരിച്ചറിയാത്ത വിധം മാത്രമേ ചെയ്യുള്ളൂ. ഇങ്ങനെ പച്ച പകല് അല്ലെങ്കിൽ CCTVന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇതാണ് ഞാൻ, എൻ്റെ മുഖം ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കൊള്ളയടിക്കാൻ ആരെങ്കിലും നിൽക്കുമോ? മുഖം മറച്ചുകൊണ്ടല്ലേ നിൽക്കുള്ളൂ എന്നതുപോലെയാണ്. അതേപോലെ VVPAT എണ്ണുന്ന കാര്യം, ബാലറ്റ് പേപ്പർ വേണം എന്നത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. അത് EVMൽ കള്ളത്തരമുണ്ടെന്നോ അല്ലെങ്കിൽ മറ്റൊന്നോ അതുകൊണ്ടൊന്നും അല്ല. EVM എന്ന് പറയുന്നത് ഇന്നത്തെ വോട്ടിംഗ് ഇത് നോക്കിയാൽ അറിയാൻ പറ്റും. ഒരുപാട് ലേറ്റായിക്കാണ് പല സ്ഥലത്തും. പല മെഷീൻ കേടുവന്നു, ചിലയിടത്ത് മെഷീൻ കൊണ്ടുവരേണ്ടി വന്നു. അപ്പോൾ ഇലക്ട്രോണിക്സ് ഇതുമായിട്ട് വന്ന് ഇലക്ട്രോണിക് മെഷീൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചിലപ്പോൾ പണി മുടക്കും, ചിലപ്പോൾ ഡിലേ ആവും. അതേസമയം ബാലറ്റ് പേപ്പർ ആകുമ്പോൾ ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ VVPAT എണ്ണുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ VVPATനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് എണ്ണി തീരുമാനിക്കണം എന്നുള്ളത് ഹർജി തള്ളിയിട്ടുണ്ട്, കോടതി തള്ളിയിട്ടുണ്ട്. കാരണം VVPAT എണ്ണിയാൽ മതി എന്നുണ്ടെങ്കിൽ ബാലറ്റ് മതിയല്ലോ, പിന്നെ ഈ മെഷീന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് പൂർണ്ണമായി മുഴുവൻ അത് എണ്ണണം എന്ന് പറയുമ്പോൾ മെഷീൻ അപ്രസക്തമായി. അതുകൊണ്ടാണ് ഹർജി തള്ളിയത്. അപ്പോൾ ഇവിടെ EVM എന്ന മെഷീനെ കുറ്റപ്പെടുത്താൻ എനിക്ക് കഴിയുന്നില്ല. കാരണം ഇങ്ങനെ തെളിയുന്നതിനെ വേണമെങ്കിൽ ആരും അറിയാത്ത വിധത്തിൽ പ്രോഗ്രാം ചെയ്തു വെക്കാൻ കഴിയും. അത്തരത്തിലുള്ളൊരു ആരോപണം ഇവിടെ കാണുന്നില്ല. ഇവിടെ മറ്റേതോ ചിഹ്നത്തിന് കുത്തുമ്പോൾ താമരയ്ക്ക് തെളിയുന്നു എന്നാണ് മനസ്സിലായത്. അതായത് അവിടെയാണ് ലൈറ്റ് തെളിയുന്നത് എന്ന്. അങ്ങനെ ലൈറ്റ് തെളിയിച്ചുകൊണ്ട് ഞങ്ങൾ തട്ടിപ്പ് നടത്തുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും തട്ടിപ്പിന് മുതിരുമെന്നും ഞാൻ കരുതുന്നില്ല.